അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിൽ ഹോർമോൺസ്, സാധാരണ ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ 2 ഹോർമോണിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഈ ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും ഇങ്ങനെ മാറിയും തിരിഞ്ഞു അതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ സൈക്കിൾ കറക്റ്റ് ആവുന്നത് 28 ദിവസത്തിൽ. പക്ഷേ ചില ആൾക്കാർക്ക് എന്ത് പറ്റും, ഈസ്ട്രജൻ കൂടേണ്ട സമയത്ത് പ്രൊജസ്റ്റിറോൺ കൂടും, പ്രൊജസ്റ്റിറോൺ കൂടേണ്ട സമയത്ത് ഈസ്ട്രജൻ കൂടും. അങ്ങനെയാണ് ഇത് ഇമ്മച്ചുവറായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇതിന് ഈ ഹോർമോണൽ ഇംബാലൻസ് ഒരു കാരണമാണ്. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ണം വയ്ക്കുന്നൊരു കേസ് പറഞ്ഞല്ലോ അല്ലേ, അതെന്നുവെച്ചാൽ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പദമാണ് ഇൻഫ്ലമേഷൻ. എന്താണ് ഇൻഫ്ലമേഷൻ? ശരീരത്തിൽ നീര് കെട്ടുക. അപ്പം അങ്ങനെയുള്ളവർക്കാണ് പലപ്പോഴും വെയിറ്റ് ഗെയിൻ തോന്നുന്നത്. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും നീര് കെട്ടുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് കൂടി വരും. ഓക്കെ. ആൻഡ് തേർഡ് തിങ്, മുഖത്തെ രോമത്തിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. ഈ മുഖത്തെ രോമം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിൽ സെയിം കെമിക്കലിൽ നിന്നാണ് ഏതാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ പുരുഷ ഹോർമോണും ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന സ്ത്രീകളുടെ ഹോർമോണും ഉണ്ടാക്കുന്നത്. അപ്പം ഈ താളം തെറ്റിക്കിടക്കുന്നത് കൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടും. അപ്പോൾ പുരുഷന്മാർക്കല്ലേ ഫേസിൽ രോമം വരുന്നത്, അതേപോലെ സ്ത്രീകൾക്കും മുഖത്തൊക്കെ രോമം വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഹോർമോൺ ബാലൻസ് വരുത്തുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.